ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് ഞായറാഴ്ച ദിവസമാണ്, കർത്താവിൻ്റെ ദിവസമാണ്. ഏലിയ സ്ലീവ മൂശക്കാലങ്ങളുടെ 6ാമത്തെ ഞായറാഴ്ചയാണിന്ന്. കർത്താവിൻ്റെ ഈ അനുഗ്രഹീത ദിവസത്തിൻ്റെ എല്ലാ നന്മകളും ദൈവം നമുക്ക് ഏവർക്കും തരട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 41 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. 2 സംഭവങ്ങൾ നമ്മൾ അടുത്തടുത്ത് കാണുന്ന തിരുവചന ഭാഗമാണിത്. ഒരേ ഞെട്ടിൽ 2 പൂക്കൾ പോലെ 2 അത്ഭുതങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് ഇവിടെ സംഭവിക്കുന്നു. ജയറോസിൻ്റെ മകളെ ഈശോ പുനർജീവിപ്പിക്കുന്നു. അതോടൊപ്പം രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീയെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. വലിയ ആത്മീയ ഉൾക്കാഴ്ചകളുള്ള തിരുവചന ഭാഗമാണിത്. വിശ്വാസമുള്ളവർക്കും ദൈവത്തെ ആശ്രയിക്കുന്നവർക്കും എന്തും സാധിച്ചു കിട്ടും എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തങ്ങളായി കൂടി നമ്മൾ ഈ തിരുവചന ഭാഗത്തെ കാണുകയാണ്. എത്ര അസാധ്യമായ കാര്യമാണെങ്കിലും അതാണ് ഒരു ബാലികയെ മരണശേഷം ഉയർപ്പിക്കുന്നതിലൂടെ നമ്മൾ കാണുന്നത്. മാനുഷികമായി അതിലൊന്നും ചെയ്യാനില്ല, കാരണം അത് മരിച്ചു കഴിഞ്ഞു, തീർന്നു. പക്ഷേ എത്ര അസാധ്യമായ ഒരു കാര്യമാണെങ്കിലും ഈ ബാലികയെ ഉയർപ്പിക്കുന്നത് പോലെ ദൈവത്തിന് അതിൽ പ്രവർത്തിക്കാൻ പറ്റും. എത്ര കാലത്തിൻ്റെ പഴക്കമുണ്ടെങ്കിലും ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളിൽ ഇടപെടാൻ പറ്റും എന്നതിൻ്റെ സൂചനയാണ് രക്തസ്രാവക്കാരിയായ സ്ത്രീയുടെ ഈ സൗഖ്യം. രണ്ടിലും സമാനമായിട്ടുള്ള ഒരു കാര്യം, ഈ സിനഗോഗ് അധികാരിയുടെ മകൾക്ക് 12 വയസ്സാണ്. ഈ രക്തസ്രാവക്കാരി സ്ത്രീ രക്തസ്രാവം മൂലം കഷ്ടപ്പെട്ടതും 12 വർഷമാണ്. രണ്ടും ദീർഘകാലത്തിൻ്റെ സൂചനയാണ്. ഒന്ന്, മരണം കൊണ്ട് മാനുഷികമായ സാധ്യതകളെല്ലാം അവസാനിച്ചു, അവിടെ ദൈവം ഇടപെടുന്നു. 2, ദീർഘമേറിയ കാലം കൊണ്ട് മാനുഷികമായ ഒത്തിരി വൈദ്യന്മാർ പരിശ്രമിച്ചിട്ട് പറ്റാത്തത്, അതിൽ ദൈവത്തിന് ഇടപെടാൻ പറ്റുന്നു. അങ്ങനെ എത്ര കാലം കഴിഞ്ഞ കാര്യമാണെങ്കിലും, അതുപോലെ എത്ര അസാധ്യമെന്ന് തോന്നുന്ന കാര്യമാണെങ്കിലും ദൈവത്തിന് അതിൽ ഇടപെടാൻ പറ്റുമെന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചു തരുന്ന സുവിശേഷ ഭാഗമാണിത്. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നല്ലോ: ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നമ്മുടെ ജീവിതത്തിൽ ആഴത്തിൽ ഉറപ്പിക്കേണ്ട ഒരു തിരുവചനമാണ് ഈ വാക്യം. ലൂക്കാ 1:37, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. 2 പ്രധാന ചിന്തകൾ നമ്മൾ ഇന്ന് കാണുന്നു. 8-ാം അധ്യായം 53-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നല്ലോ: ഈശോ ആ ജയറോസിൻ്റെ വീട്ടിൽ ചെന്നിട്ട് പറയുന്നു, കരയേണ്ട, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. ഈശോ പറയുന്നത് ഈ കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ് എന്നാണ്. ദൈവം കൂടെയുള്ളവർക്ക്, അല്ലെങ്കിൽ ദൈവികമായി ചിന്തിക്കുന്നവർക്ക് കാര്യങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ കാണാൻ പറ്റും. എല്ലാവരും മരിച്ചു എന്ന് കണ്ടതിനെ ഈശോ കാണുന്നത് ഉറങ്ങി എന്നാണ്. ദൈവം കൂടെയുള്ളവർക്ക്, അല്ലെങ്കിൽ ദൈവികമായി ചിന്തിക്കുന്നവർക്കാണ് കാര്യങ്ങളെ, എത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലും ഒരു സാധ്യതയുടെ, ഒരു പോസിറ്റിവിറ്റിയുടെ ഒരംശം കണ്ട് വ്യത്യസ്തമായി ചിന്തിക്കാനായിട്ട് പറ്റുന്നത്. ദൈവത്തിന് നമ്മൾ എന്നും വളരെ നന്ദി പറയേണ്ടതാണ്. ഈശോ ഈ പറയുന്ന ക്രമം അനുസരിച്ച് നമ്മളെല്ലാവരും ഓരോ പ്രഭാതത്തിലും ഉണരുമ്പോൾ അത് നമ്മുടെ ഒരു പുതിയ ജന്മത്തിൻ്റെ കാര്യം കൂടിയാണ് സൂചിപ്പിക്കുന്നത്. മലയാളത്തിലെ വലിയ സാഹിത്യകാരന്മാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഉറക്കം ഒരു ചെറിയ മരണമാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന് എപ്പോഴും നമ്മൾ നന്ദി പറയേണ്ടതാണ്. കാരണം ഉറങ്ങാൻ കിടന്നിട്ട് എത്രയോ പേര് പിന്നീട് ഉണരാതിരിക്കുന്നു. നമ്മൾ ഓരോ പ്രഭാതത്തിലും ഉണരുമ്പോൾ നമ്മൾ ഒരു ചെറിയ മരണം പോലെയുള്ള കാര്യത്തിലൂടെ കടന്ന് വീണ്ടും പുതിയൊരു ജന്മത്തിലേക്ക് കടന്നു വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈശോ ആ കുഞ്ഞിനെ കൈപിടിച്ച് ഉയർത്തുന്നു. ദൈവം കൈപിടിച്ചാൽ ഏതു മരണവും വെറും ഉറക്കമായി മാറും, അല്ലെങ്കിൽ ഏതു വലിയ പ്രശ്നവും വലിയ നന്മയായി മാറും, വലിയ അനുഗ്രഹവും സൗഖ്യവുമായി മാറും എന്ന് ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട് നമുക്കും ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈശോ കണ്ടതുപോലെ കാര്യങ്ങളെ വ്യത്യസ്തമായി കാണാൻ, ദൈവത്തിൻ്റെ കൈ പിടിച്ച് അതിനെ ലഘുവായി കാണാനുള്ള ഒരു മനസ്സ് കിട്ടാൻ പ്രാർത്ഥിക്കാം. 2ാമത് ഒരു പ്രധാന ചിന്തയായി ഈശോ ഇന്ന് നമ്മളോട് പറയുന്നത് 8-ാം അധ്യായം 43-ാം വാക്യം: 12 വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ പല വൈദ്യന്മാരുടെ അടുത്ത് പോയി ചികിത്സിച്ചിട്ടും എല്ലാം ചിലവാക്കിയിട്ടും അവളുടെ സ്ഥിതി കൂടുതൽ മോശമാവുകയാണ്, മെച്ചപ്പെടുകയല്ല ചെയ്തത് എന്ന് പറയും. രക്തസ്രാവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, രക്തം ജീവനാണ്. രക്തം വാർന്നു പോകുന്നത്
ജീവൻ നഷ്ടപ്പെടുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഹെമറേജ്, അതാണ് രക്തസ്രാവം. ജീവനാണ് രക്തസ്രാവത്തിലൂടെ പോയിക്കൊണ്ടിരുന്നത്. ഈ 12 വർഷമായി ഈ സ്ത്രീയുടെ ജീവൻ്റെ ഒരംശം നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവളുടെ അനിയന്ത്രിതമായ രക്തസ്രാവത്തിലൂടെ. ഇത് നമുക്ക് ഒരു പ്രതീകാത്മകമായ ഓർമ്മപ്പെടുത്തൽ നൽകുന്നുണ്ട്. നമ്മുടെ ആത്മീയ ജീവൻ, നമ്മളിലുള്ള വിശ്വാസം ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ വിശ്വാസം ചോർത്തിക്കളയുന്ന പല കാര്യങ്ങളും ചുറ്റുപാടും നമുക്കുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ആധുനിക ഫോൺ പോലെയുള്ള ഉപകരണങ്ങൾ തൊട്ടുള്ള കാര്യങ്ങളാവാം, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളാവാം, നമ്മുടെ ദുശീലങ്ങളാവാം, നമ്മുടെ ആത്മീയ കാര്യങ്ങളെ ശക്തി കുറച്ചു കാട്ടുന്ന മറ്റ് പല കാര്യങ്ങളുമാവാം. നമ്മുടെ ജീവൻ, നമ്മുടെ രക്തം, നമ്മുടെ വിശ്വാസം നമ്മളിൽ നിന്ന് ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ ഈ സ്ത്രീ സ്പർശിച്ചപ്പോൾ ഈശോ പറഞ്ഞു, എന്നിൽ നിന്നും എന്തോ ചോർന്നു. അത് ഈശോയുടെ ശക്തിയാണ്. ഈ സ്ത്രീയിൽ നിന്ന് ജീവൻ ചോർന്നു പോയപ്പോൾ ഈശോ പറഞ്ഞു, എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു. എന്നിൽ നിന്നും എന്തോ ചോർന്നു പോയത് ഞാൻ മനസ്സിലാക്കുന്നു. അത് ആ സ്ത്രീയുടെ സൗഖ്യത്തിലേക്കുള്ള ഈശോയുടെ ശക്തിയാണ് ചെന്നത്. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ ഈശോയെ തൊടുമ്പോൾ, ഈശോ നമ്മളെ തൊടുമ്പോൾ, ആ ദൈവികമായ ശക്തി ഈശോയിൽ നിന്ന് ചോർന്നു വന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവിനെ പരിഹരിച്ച് നമ്മുടെ ആത്മീയ ജീവനെ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ വിശ്വാസമെന്ന ജീവൻ ചോർന്നു പോകുന്ന, രക്തം ചോർന്നു പോകുന്ന തിന്മയുടെ സാഹചര്യങ്ങളെ കണ്ടെത്തി അതിൽ നിന്ന് മാറി നിൽക്കാനും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വിശുദ്ധിയിൽ ജീവിക്കാനും നമുക്ക് പരിശ്രമിക്കാം. ഇവിടെ നമ്മൾ കാണുന്നു, ജായറോസ് തൻ്റെ മകൾക്കു വേണ്ടി ചോദിച്ചു വന്നു. ഈശോയ്ക്ക് വിശ്വാസം കൊണ്ട് ഒരു മകളെ കിട്ടി. ഈശോ പറയുന്നത്, മകളെ ധൈര്യമായിരിക്കുക എന്നാണ്. ജായറോസിൻ്റെ മകളും ഈശോയുടെ മകളും. നമ്മൾ ഭൗമികമായി നമ്മുടെ മാതാപിതാക്കളുടെ മകനാണ്, മകളാണ്. നമ്മൾ വിശ്വാസം കൊണ്ടാണ് ഈശോയുടെ മകനും മകളുമായി മാറേണ്ടതെന്ന് കൂടി ഈ തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. വിശ്വാസം കൂടുതൽ ആഴപ്പെടാൻ നമ്മുടെ ഈ നല്ല ഞായറാഴ്ച ആചരണം സഹായിക്കട്ടെ. ഈശോ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.